ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസിൽ ഇന്ന് ഞാൻ പ്രഷർ കുക്കറിൽ വെച്ച് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. ഇത് കുക്കിംഗ് അറിയാൻ പാടില്ലാത്തവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്: ഒരു മുരിങ്ങയ്ക്ക, ഒരു സവോള, ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്. പിന്നെ എടുത്തിരിക്കുന്ന ചേമ്പെന്ന് പറയുന്നത് ഇതേപോലെയുള്ള ചെറിയ ചേമ്പായതുകൊണ്ട് ഞാനൊരു 3 ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ ചേമ്പാണെങ്കിൽ ഒരു ചേമ്പ് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു കഷ്ണം, അതേപോലുള്ള ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, ഒരു തക്കാളി, 8 ബീൻസ്, ഒരു 12 വെണ്ടയ്ക്ക. ഇനി നമുക്ക് അമരപ്പയറൊക്കെ ഉണ്ടെങ്കിൽ, അമരപ്പയറും പടവലങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. അമരപ്പയർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ബീൻസ് പയർ എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പരിപ്പാണ്. ഞാനിവിടെ ഇതേപോലുള്ള ഇതൊരു 1/3 കപ്പാണ്. ആ കപ്പിന് 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു 5 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ്. നമ്മൾ സാധാരണ സാമ്പാറിന് എടുക്കുന്ന പരിപ്പിനേക്കായി വളരെ നൈസായിട്ടുള്ളൊരു പരിപ്പാണ്. അതുകൊണ്ട് ഇതേപോലെയുള്ള നൈസായിട്ടുള്ള പരിപ്പാണ്. അതുകൊണ്ട് നമുക്കിത് ഒരു 5 മിനിറ്റ് നേരം വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ട് നമ്മൾ എടുക്കുന്ന വെജിറ്റബിളിന്റെ കൂടെ തന്നെ ഇത് ഇട്ട് കുക്ക് ചെയ്യാം. അതല്ല നമ്മൾ സാധാരണ സാമ്പാറിന് എടുക്കുന്ന പരിപ്പില്ലേ, ഇത്തിരി കൂടെ കട്ടിയുള്ള പരിപ്പ്, കടലപ്പരിപ്പൊക്കെ ആണെങ്കിൽ അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പ്രഷർ കുക്കറിൽ 1-2 വിസിൽ കേൾപ്പിച്ച് എടുത്തതിന് ശേഷം വെജിറ്റബിൾ ചേർത്താൽ മതി. ഇത് വളരെ നേർത്ത പരിപ്പായതുകൊണ്ട് നല്ല കട്ടി കുറഞ്ഞ പരിപ്പാണ് കണ്ടോ. അതുകൊണ്ട് ഞാൻ ഇത് കുതിർത്തെടുത്ത് വെജിറ്റബിളിന്റെ കൂടെ തന്നെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ആദ്യം നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനകത്ത് ചേർക്കുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് ഞാൻ ആ സമയത്ത് പറയാം. സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സവോളയൊക്കെ പൊടി പോലെയൊന്നും അല്ല അരിഞ്ഞിരിക്കുന്നത്, ഇതേ രീതിയിലാണ് സവോളയൊക്കെ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനത് പറയാൻ മറന്നുപോയി. ഈ രീതിയിൽ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പ്രഷർ കുക്കർ എടുത്ത് വെക്കുക. ആദ്യം പരിപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഞാൻ ഈ സാമ്പാർ തയ്യാറാക്കുന്നത്. അതാണ് ഞാൻ ഈസി മെത്തേഡ് എന്ന് പറഞ്ഞത്. വെജിറ്റബിൾ എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇടുക. നമുക്ക് ഇതിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ വെണ്ടക്കായ എടുത്ത് വെച്ചിരുന്നത് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരല്പം എണ്ണ ഒഴിച്ചിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ പ്രഷർ കുക്കറിൽ വേവിക്കുമ്പോൾ അത് വെണ്ടക്ക ഉടഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി അത് ഉടഞ്ഞു പോകുന്നത് പ്രശ്നമില്ല എങ്കിൽ വാട്ടാതെ തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഇപ്പം വേണമെങ്കിലും ചേർക്കുക. അതല്ല നമ്മൾ ഒരു വിസിലൊക്കെ കേൾപ്പിച്ചിട്ട് കടുകൊക്കെ വറുത്തിടുന്ന സമയമല്ലേ, ആ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എടുത്തിരുന്ന വെണ്ടക്ക അതുപോലെ വാട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ്. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല, സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. ആദ്യം 1 സ്പൂണ്, 1 ഇതേപോലെയുള്ള സ്പൂണ് കേട്ടോ, 2 ഇത് ഇതേപോലെ നിറച്ച് 3 സ്പൂൺ ഞാൻ ഇപ്പം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സാമ്പാറിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം കൂടെ ചേർക്കാം. അടുത്തായി വേണ്ടത് പുളിവെള്ളമാണ്. ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. പുളിയും ഉപ്പും സാമ്പാർ പൊടി എല്ലാ പൊടികളും പരിപ്പും പച്ചക്കറിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് നമ്മുടെ സാമ്പാറിന് ആവശ്യമായ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമുക്ക് ആവശ്യത്തിന് മാത്രം പുളിവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് നോക്കിയിട്ട് പോരായ്മ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കഷ്ണം കായമാണ് കേട്ടോ. ഇതൊന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ഈ കായം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ സാമ്പാറിന് നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. സാമ്പാർ പൊടിയിൽ കായമൊക്കെ ഉണ്ട് എങ്കിലും ഇതേപോലുള്ളൊരു കായം, ഇതിലൂടെ കായം ചേർത്താലും കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടെ ഇത്ര ചേർക്കുന്നുള്ളൂ. ഇത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം വേണം. നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നത് കുറുക്ക് പോലെയുള്ള സാമ്പാറാണ് വേണ്ടതെങ്കിൽ വെള്ളം കുറച്ച് വെച്ചാൽ മതി. അതല്ല നമ്മൾ സാമ്പാർ ഒരു ഇത്തിരി വെള്ളം നീണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിങ്ങനെ മുങ്ങി നിൽക്കണം. അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വേറെ മുളക് പൊടി മല്ലിപ്പൊടി ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ.
3 സ്പൂൺ നിറച്ച് സാമ്പാർ പൊടി എടുത്തിരുന്നു. ഞാനൊരു 1/2 സ്പൂൺ കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 3.5 സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് തയ്യാറാക്കി കഴിയുമ്പോൾ നോക്കുമല്ലോ, ആ സമയത്ത് പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് ഇത്ര ചേർത്താൽ മതി. 3.5 സ്പൂൺ സാമ്പാർ പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ബാക്കിയുള്ള വെജിറ്റബിളും ഉപ്പും പുളി കായവും പരിപ്പും എല്ലാം കൂടെ ഇട്ടിട്ടാണ് ഈ സാമ്പാർ തയ്യാറാക്കുന്നത്. ഇനി നമുക്കിത് പ്രഷർ കുക്കർ അടച്ചിട്ട് ഒരൊറ്റ വിസിൽ കേട്ടാൽ മതി. ഒറ്റ വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേന് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുക. 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. ആദ്യം ഞാനിതൊന്ന് വേവിക്കാൻ വെക്കട്ടെ കേട്ടോ. പ്രഷർ കുക്കർ ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ എടുത്തിരുന്ന കായത്തിനെ ഞാൻ ചൂടാക്കിയിട്ട് ഇതുപോലെ മുറിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പ്രഷർ കുക്കർ അടച്ച് ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. പ്രഷർ കുക്കറിൽ ഒരു വിസിൽ കേട്ടതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ എയർ കംപ്ലീറ്റ് പോയിട്ടില്ലായിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് എയറും കളഞ്ഞ് ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാൻ പോവാം കേട്ടോ. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ്, പുളി, സാമ്പാർ പൊടി ഇതൊക്കെ കറക്റ്റ് അളവിലുണ്ടോ എന്ന് നോക്കാം. പോരാതെ വരുവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കണ്ട, എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞു പോയിട്ടില്ല. കറക്റ്റ് പാകത്തിന് എല്ലാം വെന്ത് കിട്ടിയിട്ടുള്ളത്. കണ്ട, പരിപ്പും ഉരുളക്കിഴങ്ങും എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന നോക്കിയാൽ മാത്രം മതി. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് വറുത്തിടാം. കടുക് വറുക്കാനുള്ള എണ്ണ ഒഴിച്ച് ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു പിഞ്ച് ഉലുവ, പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ കറിവേപ്പില ചേർക്കില്ല കേട്ടോ, മല്ലിയിലയാണ് ചേർക്കുന്നത്. സാധാരണ ഞാൻ സാമ്പാർ തയ്യാറാക്കുമ്പോൾ അതിൽ കറിവേപ്പില ചേർക്കാറില്ല. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ഞാനിവിടെ മല്ലിയിലയാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. കടുക് വറുത്ത് ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സാമ്പാർ ഇവിടെ റെഡിയായി. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക്, വിളമ്പുന്ന പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം കേട്ടോ. പ്രഷർ കുക്കറിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ, ബാച്ചിലേഴ്സിനും കുക്കിംഗ് അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് സിമ്പിളാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്